ഹലോ, ഹായ്. ഞാൻ കുറച്ച് മരച്ചീനി കിഴങ്ങുകൊണ്ട് നമുക്കിന്ന് ചോറിനോ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 കിഴങ്ങ് കഴുകിയെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ തൊലി കളഞ്ഞ് നമുക്ക് ചെറുതായി ഒന്ന് മുറിച്ചെടുക്കണം. ആദ്യം തന്നെ ഇതിൻ്റെ പുറമേയുള്ള മണ്ണൊക്കെ കഴുകിക്കളഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ തൊലി കളഞ്ഞെടുക്കുമ്പോൾ കിഴങ്ങിന് മണ്ണാവാതെ കിട്ടും. അപ്പോൾ ഞാനിതുപോലെ എല്ലാം മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കൊത്തിയെടുക്കാം. നമ്മൾ സാധാരണ കിഴങ്ങ് വേവിക്കുന്നതിൽ നിന്നും ചെറുതായിട്ട് വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനൊരു ചെറിയ കഷ്ണം കാമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഇതിൻ്റെ പോളയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഇതിൻ്റെ നയര് കളയാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ മുറിച്ചിട്ട് കൈക്ക് ഇങ്ങനെ ചുഴറ്റി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ റൗണ്ടാക്കി ആദ്യം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേഗം തന്നെ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ നമ്മുടെ കറീൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടമെന്ന് പറയാം. അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ ഇതുപോലെ ബാക്കി മൊത്തത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് ഈ കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ ബാക്കി കാമ്പ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കിഴങ്ങൊരു പകുതി വേവാകുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് സമയം കൂടി വെച്ച് നല്ല വേവായതിന് ശേഷം നമുക്കിത് ഊറ്റിയെടുക്കണം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ട്. നമുക്കിത് വെള്ളം ഊറ്റിയെടുക്കാം. ഇനി ഈ കിഴങ്ങിലേക്കാണ് നമ്മൾ ആദ്യം മുറിച്ച് വെച്ച കാമ്പും അതുപോലെ ചക്കക്കുരുവും ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിഴങ്ങും കാമ്പും അതുപോലെ ചക്കക്കുരു ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന കറി റെഡിയായി വരും. ഒരു 5-10 മിനിറ്റ് വേവിക്കുന്ന സമയം കൊണ്ട് തന്നെ ഇത് വെന്ത് റെഡിയായിട്ടുണ്ടാവും. പിന്നെ ഇതിന് ആവശ്യത്തിന് കുറച്ച് എരിവിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഉള്ളിയും ഇതും വറവും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കപ്പയും കാമ്പും ചക്കക്കുരുവും ചേർത്ത് ഒരു നാടൻ കറിയാണ്. അത് റെഡിയായിട്ടുണ്ട്.